ഒരു ലേഡീസ് ഹോസ്റ്റല് എങ്ങനെ നടത്തണമെന്ന് പഠിച്ചിട്ട് വേണം ഇതുപോലൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവാൻ. കൈലാഷ്, എന്നോട് ഒച്ചയിടണ്ട. നിങ്ങൾ ഈ ഹോസ്റ്റലിന്റെ വാർഡനല്ലേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? സർ, പതുക്കെ. ആരെങ്കിലുമൊക്കെ കേൾക്കും. അത് ഈ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ബാധിക്കണം. ഈ ഹോസ്റ്റലിൽ പൂട്ടി പോകുന്ന നല്ലത്. ഉത്തരവാദിത്വം ഇല്ലാത്ത വാർഡ് നടത്തുന്ന ലേഡീസ് ഹോസ്റ്റല് പൂട്ടി പോ തന്നെ വേണ്ടത്. സ്വന്തം സ്ഥാപനത്തില് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും ധാരണയില്ലാത്തൊരു വാർഡൻ. ഇവിടെ ലേഡീസിന് എന്ത് സുരക്ഷയുള്ളത്? ഇത് പൂട്ടിപ്പോയാ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികൾ രക്ഷപ്പെടും. കൈലാഷ് വാർഡനെ പൊളിച്ചടിക്കുകയാണല്ലോ. പക്ഷെ വിഷയം എന്താന്ന് പിടികിട്ടുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു പിടിയുമില്ല. മാഡം വാ തുറക്കുമായിരിക്കും. അപ്പൊ ഒരു ഐഡിയ കിട്ടും. കൈലാഷ്, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ലാന്ന്. ഏതോ ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ ഗന്ധർവൻ എന്ന കള്ളപ്പേരില് ഇവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയോട് പ്രേമനാടകം കളിച്ചു. ഇവിടുത്തെ അഡ്രസ്സില് അവൻ അവൾക്ക് പലപ്പോഴും ഗിഫ്റ്റ് അയച്ചു, ലെറ്റേഴ്സ് അയച്ചു. അവളെ പാട്ടിലാക്കി കല്യാണം കഴിക്കാനേ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. കഴുത്തിൽ കത്തിവെച്ച് അവൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കി. കേട്ടില്ലേ? ഏതോ ഒരു തെമ്മാടി അവളെ പ്രേമം നടിച്ച് ചതിക്കാൻ നോക്കിയെന്ന്. ചതിക്കാനല്ലാതെ പിന്നെ കെട്ടാൻ വേണ്ടി ആ പട്ടിക്കാട്ടുകാരിയെ ആരെങ്കിലും പ്രേമിക്കോ? ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് ലെറ്ററോ പാഴ്സലോ വന്ന എന്താ എവിടെന്നാന്നൊക്കെ അന്വേഷിക്കേണ്ടത് വാർഡന്റെ ഡ്യൂട്ടിയാ. പക്ഷേ ഫ്രം അഡ്രസ് പോലും വെക്കാതെയാ അവനിവൾക്ക് എഴുത്തും ഗിഫ്റ്റും ഒക്കെ അയച്ചത്. മാഡം അതൊന്നും അറിഞ്ഞില്ല. അവൻ ഇവളെ ബ്രെയിൻ വാഷ് ചെയ്തു. ഇവളുടെ ജീവിതം നശിപ്പിക്കായിരുന്നു അവന്റെ ലക്ഷ്യം. പക്ഷേ വാർഡൻ എന്ന് പറഞ്ഞു നടക്കുന്ന മാഡം ഒന്നും അറിഞ്ഞില്ല. ഒരു മണ്ണാങ്കട്ടി അറിഞ്ഞില്ല. നോക്കാനും സംരക്ഷിക്കാനും നിങ്ങളുണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ ഓരോ പാരന്റ്സ് അവരുടെ പെൺമക്കളെ ഈ ഹോസ്റ്റലിൽ ചേർക്കുന്നത്. എന്നിട്ട് ഇതാണോ ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങൾ നൽകുന്ന സംരക്ഷണം? തക്ക സമയത്ത് ഞാനും പ്രിയൻ അവിടെ എത്തിയതുകൊണ്ട് മാത്രം പാർവതി രക്ഷപ്പെട്ടത്. ഞങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഒരു ക്രിമിനലിന്റെ കയ്യിൽപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഇവിടെ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ? ഇവിടെ തെമ്മാടികളെ കയറി ഇറങ്ങിയാ നിങ്ങൾക്ക് എന്താ? ഹോസ്റ്റൽ ഫീസ് കൃത്യമായിട്ട് കിട്ടണം, അല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങൾക്കില്ല. കൈലാഷ്, സൂക്ഷിച്ച് സംസാരിക്കേ. മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയുമ്പോ സഹിക്കുന്നില്ലല്ലേ മാഡത്തിന്? ഈ നടന്നതെല്ലാം ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി എത്തിക്കേണ്ടടുത്ത് എത്തിച്ച ആ നിമിഷം ഈ ഹോസ്റ്റലും പൂട്ടി നിങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കാം. ജെനിഫർ, ആയിഷ, മീര, നിങ്ങൾ 3 പേരും പാർവതിയുടെ ഫ്രണ്ട്സ് അല്ലേ? റൂംമേറ്റ്സ് അല്ലേ? സംരക്ഷിക്കേണ്ട ഹോസ്റ്റൽ വാർഡന് പെൺകുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ചിന്തയില്ല. പക്ഷേ ഏതോ ഒരുത്തൻ സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഗിഫ്റ്റ്സും ലെറ്റേഴ്സും ഒക്കെ അയക്കുമ്പോ ഇത് ചതിയാണെന്ന് ഫ്രണ്ട്സായ നിങ്ങൾ എന്തുകൊണ്ട് പാർവതിക്ക് വാണിംഗ് കൊടുത്തില്ല? നിങ്ങൾക്ക് എന്നോടെങ്കിലും പറയാറുന്നില്ലേ അവൻ അവളെ ചതിക്കാൻ ശ്രമിക്കുകയാണെന്ന്? ഞാൻ ഇവൾക്ക് മുന്നറിയിപ്പ് നൽകുമായിരുന്നു. തെറ്റ് ചെയ്യുമ്പോ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നല്ല ഫ്രണ്ട്ഷിപ്പ്. തെറ്റാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. ആ SI പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? നന്ദന്റെ വലയിൽ വീണുപോയ 2 പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തു. ലിസ്റ്റിൽ അടുത്ത പേര് പാർവതി എന്നാകാതിരുന്നത് പാർവതിയുടെ ഭാഗ്യം അല്ല, ഇവളുടെ ഭാഗ്യമല്ല. ഇവളെ രക്ഷിക്കാനായി പ്രിയൻ ഓടിയ ഓട്ടത്തിന്റെ വിജയം. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇവളെ പിന്തിരിപ്പിച്ചിരുന്നെങ്കിൽ, വരും വരായികൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇന്ന് ഇവൾക്ക് ഇങ്ങനെ തലയിൽ നിരത്തി നിൽക്കേണ്ടി വരുമായിരുന്നോ? എനിക്കിവിടെ ഇങ്ങനെ ഒച്ച വയ്ക്കേണ്ടി വരുമായിരുന്നോ?
കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായ അപ്പൊ തന്നെ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പ്രിയൻ, സർ, പാർവതി അപകടത്തിലാണെന്ന് പ്രിയനെ നേരത്തെ അറിയാറുന്നില്ലേ? എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? എന്തുകൊണ്ട് ഇക്കാര്യം പാർവതി അറിയിച്ചില്ല? പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചതാ. പക്ഷെ ഞാൻ പറയുന്ന ഒന്നും പാർവതി വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. പാർവതി, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് പാർവതി. ഞാൻ പരിചയപ്പെട്ട പാർവതി ഇതല്ല. ഞാൻ പരിചയപ്പെട്ട പാർവതിക്ക് ഗ്രാമത്തിന്റേതായ നിഷ്കളങ്കത മാത്രമല്ല, പ്രായത്തിന്റേതായ പക്വതയും വകതിരിവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോ നിന്റെ പക്വത നഷ്ടപ്പെട്ടു, നിന്റെ വകതിരിവ് നഷ്ടപ്പെട്ടു. ഒട്ടും വിവരമില്ലാത്തൊരു പെണ്ണായി നീ മാറി. ഏതോ ഒരുത്തൻ നിന്റെ സൈക്കിള് കട്ടുകൊണ്ട് വന്നപ്പോ അവൻ നിന്റെ ദൈവമായി മാറി. കളഞ്ഞുപോയ നിന്റെ ശമ്പളക്കാശ് നിന്റെ കയ്യിൽ എത്തിച്ചെന്നപ്പോ അവൻ ദൈവമായി മാറി. നിന്നെ പാട്ടിലാക്കാൻ വേണ്ടി ആ കാശ് മോഷ്ടിച്ചത് അവൻ തന്നെയാണെങ്കിലോ നീ അതാലോചിച്ചിട്ടുണ്ടോ? സോറി, ദൈവമല്ലല്ലോ, ഗന്ധർവനല്ലേ, ഗന്ധർവൻ. അവൻ അയച്ച ഗിഫ്റ്റ്സ്, അതിൽ സ്നേഹത്തിന്റെ ഒരു അംശം പോലുമില്ല. അവൻ എഴുതിയ ലെറ്റേഴ്സ്, അതിൽ ആത്മാർത്ഥതയുടെ ഒരു തരി പോലുമില്ല. എല്ലാം തട്ടിപ്പാ, എല്ലാം വെറും നാടകമാ. നിന്നെ വലയെ വീഴ്ത്താനുള്ള വെറും നാടകം. അത് മനസ്സിലായതുകൊണ്ടാ പ്രിയൻ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പ്രിയം പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായില്ല. പ്രിയനെ മാത്രമല്ല, എപ്പോഴും കൂടെ നടക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ പോലും നീ അവോയ്ഡ് ചെയ്യാ ചെയ്ത. സ്നേഹിക്കുന്നവരുടെ വാക്ക് തട്ടിക്കളഞ്ഞ് തന്നിഷ്ടം കാണിച്ച ഇങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ. ആപത്തിൽ ചെന്ന് ചാടും. നീ ജനിച്ചു വളർന്ന നാട് പോലെയല്ല ഈ ടൗൺ. പല നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവർക്ക് പല പല സ്വഭാവങ്ങളായിരിക്കും. സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് ദുഷ്ടത്തരങ്ങളും ചെയ്യാൻ മടിക്കാത്തവരാ കൂടുതലും. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക. സ്നേഹത്തെ പൊതിഞ്ഞ 4 വാക്ക് കേട്ടപ്പോ ഒന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന ഈ പാർവതിയെ എനിക്കിഷ്ടമല്ല. നിന്റെ നാട്ടിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട പക്വതയും വകതിരിവുള്ള പാർവതിയെ നീ മാറ്. നിനക്ക് ഗന്ധർവൻ തന്ന സമ്മാനവും എഴുത്തും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും കുപ്പത്തൊട്ടിലിട്ട് കത്തിക്ക്. അതില് സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഒരു അംശം പോലും ഇല്ലാന്ന് നീ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ ബുദ്ധിപൂർവ്വം ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഗന്ധർവൻ, കാമദേവൻ എന്നൊക്കെ പറഞ്ഞ് പലരും വരും. അവരുടെയൊക്കെ ചതിയില് നീ വീണു പോവുകയും ചെയ്യും.